ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ ബിരിയാണി വെക്കുക എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ നന്ദുവിൻ്റെ പിറന്നാളിന് ഉണ്ടാക്കിയത് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുക്ക് എടുത്ത് അത് കണ്ടപ്പോഴുള്ളൊരു സന്തോഷത്തിലത്തെ ചിരിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ ആ എഴുതി വെച്ചൊക്കെ നോക്കുകയാണ്. വേറെ ഒന്നുമല്ല, ബിരിയാണി, തലശ്ശേരി ബിരിയാണി ചിക്കൻ പൊരിച്ചിട്ട് ഉണ്ടാക്കണ സംഭവം നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കുകയാണ്. സാധനങ്ങളൊക്കെ ഞാൻ കറക്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയി വരുമ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അതിനൊരു ഐഡിയ വേണമല്ലോ. പക്ഷേ ഇങ്ങനെ കാര്യമായിട്ടിരുന്ന് നോക്കിയാലും ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബുക്കൊക്കെ നോക്കി തന്നെ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഈ ഒരു നോട്ടത്തിലെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടൊന്നല്ല. പക്ഷേ ഒരു പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വേണമല്ലോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മറന്നുപോയി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ബുക്ക് നോക്കി ഇങ്ങനെ ഞാൻ നോക്കുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയി ചായ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. വേഗം വന്ന പാടെ വേഗം കൂലിയൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും രാവിലത്തേക്ക് ഞാൻ ചായക്ക് പുറത്തുനിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ എഴുതിയത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചത് കേട്ടോ. പഴയൊരു ഡയറിയാണ്. ആ ഡയറിയിലാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ അതിലാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. അതിലത്യാവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു ബിരിയാണിയുടെ ഈ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. 1 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അരി ഞാൻ വാങ്ങിയത് 600 ഗ്രാമാണ് വാങ്ങിയത്. 1 കിലോ വേണ്ടാന്ന് പറഞ്ഞു. വാങ്ങണോടത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 1 കിലോ വാങ്ങണ്ട, നിങ്ങൾക്ക് 600 മതി, 600 ഗ്രാം മതി എന്നുള്ളത്. അപ്പോൾ നന്ദുവിൻ്റെ പിറന്നാളിൽ നമ്മൾ 1 കിലോനോ അതിൽ കൂടുതൽ എന്തോ വാങ്ങിയിട്ട് ഞാൻ ഫുള്ളെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതിൽ കുറേ ബാക്കിയായി, പക്ഷേ വേസ്റ്റ് ആയില്ല. നമ്മൾ പിറ്റേ ദിവസം അത് കഴിച്ചു. പിള്ളേർ സ്കൂളിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യത്തെ ബിരിയാണിക്ക് സ്പെഷ്യലായിട്ടുള്ളത് കോഴിമുട്ടയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നിടത്തൊന്നും നമുക്കങ്ങനെ കോഴിമുട്ട കിട്ടാറില്ല. ഞങ്ങൾ പണ്ട് കഴിക്കാൻ ബിരിയാണി കംപ്ലീറ്റ് ബിരിയാണിയിലും കോഴിമുട്ട ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത് കിട്ടണില്ല, ഞാൻ കാണുന്നില്ല കേട്ടോ. ഇനി ഞാൻ അധികം അങ്ങനെ ബിരിയാണി കഴിക്കാത്തതിനെ കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇപ്പം അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങണതിലൊന്നും കോഴിമുട്ട ഉണ്ടാവാറുമില്ല, അവിടെ പോയി കഴിക്കുമ്പോഴും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തേൽ കോഴിമുട്ട പുഴുങ്ങി വയ്ക്കാമെന്നും കൂടി വിചാരിച്ചിട്ടുണ്ട്. പിന്നെ സവോളയും മല്ലിച്ചപ്പും പുതിയനയും ഒക്കെ അതൊക്കെ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇലകളൊക്കെ നമുക്ക് ഇന്ന് ഇടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല, അത് ഞാൻ പിന്നെ വേറെ ഒന്നിലും അങ്ങനെ ഉപയോഗിക്കില്ല. എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടാലാണല്ലോ ആ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാതും. പിന്നെ 2 ചെറുനാരങ്ങ അത് ഇതിനായിട്ട് മാത്രം വാങ്ങിയതാണ്. പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യമില്ലാത്തതിനെ കൊണ്ട് വാങ്ങിയില്ല. ഇപ്പം എന്താണെന്നറിയില്ല, കറിവേപ്പില ഞാൻ എക്സ്ട്രാ വാങ്ങി വെച്ചാൽ എനിക്കത് ഇവിടെ ഇരിക്കാറില്ല കേട്ടോ. ഞാൻ കഴുകി ഉണക്കി ഒക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ അധികം നാൾ ഇരിക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ മേശ വൃത്തിയാക്കുകയാണ്. മേശ വൃത്തിയാക്കിയിട്ട് വേണ്ടാതൊക്കെ താഴത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവറും കടലാസും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ അടിച്ച് വാരുന്ന സമയത്ത് രണ്ടും തരം തിരിച്ച് വെക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കടലാസ് ഞാൻ കത്തിക്കും, പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ കൊടുക്കും. ഇവിടെ 60 രൂപ ഒരു ചാക്ക് നിറച്ചിട്ട് അവരെടുക്കാൻ വരുമ്പോൾ കൊടുത്താൽ 60 രൂപ. പിന്നെ നെയ്യ് ഒരു കുഞ്ഞു കുപ്പിയായിട്ട് ഞാൻ വാങ്ങിയത്. ശരിക്കും നല്ലൊരു 500 ഗ്രാമിൻ്റെ ഒക്കെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 400 സംതിങ് ഒക്കെ കൊടുക്കണം. ഞാൻ സാധാരണ അങ്ങനെ വാങ്ങി വെക്കലുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അതിങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാം. ചെറുതൊക്കെ വാങ്ങിയാൽ വേഗം തീരും. അപ്പോൾ ഇനി എന്തായാലും ഈ ആഴ്ച ലാസ്റ്റിലേക്ക് എങ്ങാനും കുറച്ച് വലിപ്പമുള്ള നെയ്യ് കുപ്പി മേടിക്കണം. കുറച്ച് അധികമുള്ള നെയ്യ് മേടിച്ച് ഇവിടെ ഫ്രിഡ്ജിൽ മേടിച്ച് വെക്കണം. ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യമാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ നേന്ത്രപ്പഴം വാട്ടി കഴിക്കാറുണ്ട്, തേങ്ങയും നെയ്യൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനൊക്കെ നെയ്യ് ആവശ്യമാണ്. അപ്പോൾ അതേ മേശയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പൊരിച്ച പത്തിരിയും ബ്രെഡ് പൊരിച്ചതൊക്കെയാണ് രാവിലത്തേക്ക് വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ അട പുഴുങ്ങിയത്, ഇന്നലത്തെ കുറച്ച് അട ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ അടയും കഴിച്ചു കേട്ടോ. കുഞ്ചൂസ് പിന്നെ ട്യൂഷന് പോകുമ്പോൾ അവനും അട കഴിച്ചു എന്ന് പറഞ്ഞിരുന്നു നന്ദു. ഇന്നലെ അതുപോലെ ഞാൻ ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ പറയാൻ മറന്നുപോയി, ഒരു മീൻ വെട്ടുന്ന കത്രികയും കൂടി അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ട്. മീൻ വെട്ടുന്ന കത്രികയും അതേപോലെ പിള്ളേർക്ക് അവർക്ക് എന്തെങ്കിലും പേപ്പർ കട്ട് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിന് ചെറിയൊരു കുഞ്ഞു കത്രികയും കൂടി വാങ്ങിയിട്ടുണ്ട്. അവർക്ക് ഞാൻ ഇടയ്ക്ക് അത് വാങ്ങിക്കൊടുക്കലുണ്ട്. പക്ഷെ അവരെന്നാലും അതുകൊണ്ടേ കളഞ്ഞിട്ട് മീൻ വെട്ടുന്ന കത്രിക വന്നെടുത്തിട്ടാണ് പേപ്പറൊക്കെ വെട്ടുക കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കത്രികയുടെ പാക്കറ്റ് പൊട്ടിച്ചത് ഞാൻ താഴ്ത്തിക്ക് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ഞാൻ നെല്ലൊന്നും അടിച്ചു വാരിയിട്ടില്ല. അപ്പോൾ എന്തായാലും അടിച്ചു വാരുമ്പോൾ വേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. പ്ലാസ്റ്റിക് വേറെ, കടലാസ് വേറെ, അങ്ങനെയൊക്കെ ആക്കും. അപ്പോൾ ആ ധൈര്യത്തിലാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവരോട് ഞാൻ എത്ര പറഞ്ഞാലും ഇവർ കേൾക്കൂല. കടലാസൊന്നും വെട്ടരുത്, അതിൻ്റെ മൂർച്ച പോകുന്ന കഴിഞ്ഞാൽ അവർ കേൾക്ൂല. അവർ അന്നേരത്തെ ആവശ്യത്തിനായി എടുക്കണത് മാത്രമല്ല, എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുക അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. അത് ഞാൻ ഒരു ചെറിയൊരു കൊട്ടയിലെല്ലാം കൂടി ഒരുമിച്ച് വെക്കില്ല അടുക്കളയിൽ. പക്ഷേ ഇവരെന്താക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ കത്തിയായാലും കത്രികയായാലും എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ട് അത് ആവശ്യം കഴിയുമ്പോൾ അവർ തോന്നിയെടുത്ത് അതങ്ങനെ ഇട്ട് വയ്ക്കും. പിന്നെ ഞാൻ പിറ്റേ ദിവസമോ വൈകിട്ടോ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ കത്തിയോ കത്രികയോ ആവശ്യം വരുമ്പോൾ നോക്കുമ്പോഴായിരിക്കും കാണാതെ ഇരിക്കുക. അപ്പം ഞങ്ങൾ നല്ലൊരു കച്ചറ കൂടും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വർക്കേരിയിലേക്ക് വന്നു. എനിക്ക് കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. കണ്ടമാനമൊന്നുമില്ല, പക്ഷെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ അത് അപ്പം തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പണി വേഗം എളുപ്പത്തിൽ തീരുമല്ലോ. ഇല്ലെങ്കിൽ എല്ലാ പണി കഴിഞ്ഞാലും പാത്രങ്ങൾ കണ്ടമാനം കഴുകാനുണ്ടാവും. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. കുറേ പാത്രങ്ങളാകുമ്പോൾ മടി പിടിക്കും കഴുകി വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് അന്നേരമുള്ളത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അന്നേരം ഉണ്ടായിരുന്ന പാത്രങ്ങൾ ഞാൻ വേഗം കഴുകി വെക്കുകയാണ്. പിന്നുള്ളത് പിന്നെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ പണി വേഗം തീരുകയും ചെയ്യും. അങ്ങനെ തന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി പെറുക്കിയൊക്കെ അടുക്കി ഒതുക്കി വെച്ച് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി എനിക്ക് അടിച്ചു വരാനുണ്ട്. ഞാൻ വലിച്ചെറിഞ്ഞ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുക്കണു. മേശ വൃത്തിയാക്കിയതിൻ്റെ അടയാളങ്ങളൊക്കെ ഞാൻ കാണണം കേട്ടോ. അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ്. മേശ വൃത്തിയാക്കുമ്പോൾ എനിക്ക് വേണ്ടാത്തൊക്കെ ഞാൻ താഴത്തേക്ക് വലിച്ചെറിയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ഇന്നലെ ഞാൻ കുറച്ച് അലക്കിയതൊക്കെ കൊണ്ടുപോയി മേശം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ടേബിൾ മേലാണ് നമ്മൾ ഇസ്തിരി ഇടുന്നതൊക്കെ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടുന്ന സമയത്ത് ഇതൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കൂട്ടിയിടും. അപ്പോൾ ഒക്കെ ചുളിഞ്ഞ് നാശമാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേഗം കൈയൊഴിൽ വേഗം അതൊക്കെ വേഗം മടക്കി അത് ഓരോരോ സ്ഥലത്ത് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കാം കേട്ടോ. ഇനി ഒരു ട്രിപ്പും കൂടി മടക്കാനുള്ളത് വർക്ക് ഏരിയയിൽ അഴയമൊക്കെ എടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതാണ്, പക്ഷേ ഞാനൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സെറ്റർ ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇടാറുണ്ട്. പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ചിക്കൻ കഴുകലാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടുവന്ന കവർ ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷമൊക്കെ കഴുകി അതിൻ്റെ മുകളിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഉണങ്ങിക്കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കിട്ടുന്ന കവറിലേക്ക് അങ്ങോട്ട് മാറ്റാമല്ലോ. പിന്നെ അതേമാതിരി ചിക്കൻ ഞാനിങ്ങനെ ഓരോന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അവസാനം പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു 3-4 കഴുകൽ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കലാട്ടോ. അങ്ങനെയും ചെയ്യൽ. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ ഇങ്ങനെ വേസ്റ്റ് ഉണ്ടാവും കളയാനായിട്ട്. അങ്ങനെ ചിക്കൻ കഴുകി വാർത്തി വെച്ചതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് മസാലകൾ പറ്റുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരിത്തിരി ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുളക് പൊടി തീർന്നിരിക്കുകയായിരുന്നു, എനിക്കത് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. പിന്നെ പിള്ളേരെ ഇങ്ങനെ പറഞ്ഞയക്കണ്ടല്ലോ കടയിലേക്ക്, അവരെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പോൾ അവരെ പീടികയിലേക്ക് പറഞ്ഞേക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാത്തിലും മസാലകളൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുകയാണ്. പിന്നെ നമുക്കങ്ങനെ ഓവർ എരിവ് ഇഷ്ടമില്ലാത്ത കാരണം ഇതിങ്ങനെ കാണുമ്പോൾ കുറവാന്ന് തോന്നും, പക്ഷെ അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വാങ്ങണ മുളക് പൊടിക്ക് നല്ല എരിവാണ്. ഇതിൽ കുറച്ച് മുളക് പൊടി വാങ്ങിയത് ചേർത്തിട്ടുണ്ട്. ബാക്കി പോരാത്തത് കുറച്ച് മുളക് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയിൽ നിന്ന് തന്നെ പൊടിച്ച് അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ 1 കിലോ ചിക്കനാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നല്ലോണം എല്ലാത്തിലും മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണമല്ലോ. ഇല്ലെങ്കിൽ ചില ഭാഗത്തുണ്ടാവും, ചില ഭാഗത്തുണ്ടാവില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ട വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഏകദേശം തീരാനായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഒട്ടുമിക്ക ഭാഗങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുത്തതാണ്. നന്ദു പിന്നെ കുറച്ച് എഴുതുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണ കണ്ടപ്പോൾ ഞാൻ അവനെ വിളിച്ചില്ല. അവനെന്തോ നോട്ട് കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ വിളിച്ചില്ല കേട്ടോ. പിന്നെ കുഞ്ചൂസ് അന്നേരം ഇവിടെ ഇല്ല, അവൻ ട്യൂഷന് പോയേക്കാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ആരും വിളിക്കേണ്ട, ഒറ്റയ്ക്ക് എടുക്കാൻ പറഞ്ഞതിനെ എടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയൊക്കെ ഏകദേശം നന്നാക്കിയെന്ന് തോന്നുന്നു. പിന്നെയാണ് ഞാൻ സവാള അരിയായിരുന്നു കേട്ടോ. അപ്പോൾ സവാള ആണെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് അരിയണമല്ലോ, ഒക്കെ പൊരിച്ചെടുക്കാനുള്ളതാണ് സവാള. അപ്പോൾ കട്ടിയിൽ അരിയാൻ പറ്റില്ല. പിന്നെ അതിനിടയ്ക്ക് നന്ദു വന്ന് ചോദിച്ചു അരിഞ്ഞ് തരണോ എന്നുള്ളത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ എനിക്ക് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാനല്ല കേട്ടോ,
അവനെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെ ഏൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ചൂസും ഇല്ലയോടെ, കുഞ്ചൂസ് ട്യൂഷന് പോയേക്കാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാളൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പിന്നെ ഞാൻ വേഗം വേഗം പണി തീർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് തക്കാളിയാണ് അരിയാണ് കേട്ടോ. തക്കാളി ഏറ്റവും അവസാനമാണ് അരി എടുത്തത്. ഇലകൾ അരിയാനൊക്കെ ഉണ്ട്, പക്ഷേ പച്ചക്കറികളിൽ ഇനി തക്കാളിയാണ് അടുത്തത് അരിയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അതിനിടയ്ക്ക് സമയമൊക്കെ നോക്കി വേഗം വേഗം ആക്കുകയാണ്. കാരണം നന്ദുവിന് 2 മണിക്ക് ട്യൂഷന് പോകാൻ, അല്ല 2 മണിക്കല്ല, സോറി 3 മണിക്ക് ട്യൂഷന് പോകാണ്ടല്ലോ. അപ്പോൾ ഞാൻ പതുക്കെ ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേഗം തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കാം കേട്ടോ, വേഗം പണി തീർക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടമാനം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യത്തിന് ആ ചിക്കനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിലും മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടമാനം ഒഴിച്ചിട്ടില്ല. പിന്നെ തീരുന്നതിനനുസരിച്ച് ഒഴിച്ചങ്ങനെ പൊരിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതക്കിയാണ്. പണ്ടത്തെ എൻ്റെ ഒരു ചപ്പാത്തി പരത്തുന്ന ഒരു വടിയുണ്ട്, ആ വടി കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചതയ്ക്കാനുള്ളതൊക്കെ ചതയ്ക്കാറ് കേട്ടോ. അല്ലാണ്ട് അതിൻ്റെ കല്ലും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് എന്തോ ഇത് ഇഷ്ടമാണ്. പിന്നെ എനിക്കിതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ പണി വേഗം എളുപ്പമായി ചെയ്യാൻ പറ്റണമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങണം എന്നുള്ള ചിന്ത ഒന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ട്, കറി വയ്ക്കേണ്ടതൊക്കെ നല്ല നല്ല പാത്രങ്ങൾ വാങ്ങാനുണ്ട്. പക്ഷെ അല്ലാതെ ഇങ്ങനത്തെ ഒക്കെ വാങ്ങാനായിട്ട് ഇപ്പം എനിക്ക് എന്തായാലും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് ഇവിടെ ചതച്ചിട്ടുണ്ട്. അടുത്തത് അതുപോലെ നമ്മൾ മല്ലിച്ചപ്പും പുതിയനയുടെ ഇലയും കൂട്ടിയിട്ട് അരിയാണ്. ചെറുതാക്കി കുലുക്കുനാന്ന് അരിയാണ്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. എനിക്ക് ഈ മല്ലിച്ചപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇവിടുത്തെ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് റെഡി ആവുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് ആണ്. എനിക്ക് പൊതുവേ എനിക്കിഷ്ടമില്ല സ്മെല്ലും. പിന്നെ അറിയാണ്ട് കടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. വേണ്ടായിരുന്നു, കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ അതുപോലെ ആർക്കെങ്കിലും ഇപ്പോൾ മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ പറയണേ. മല്ലിച്ചപ്പ് ഇഷ്ടപ്പെടാത്ത ആൾ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുറത്തുണ്ടോ എന്നെനിക്കറിയില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് പറയണം. പിന്നെ ലെഗ് പീസ് ഞാൻ ലാസ്റ്റായിട്ടോ പൊരിക്കാൻ വെച്ചത്. പിന്നെ അതേപോലെ സവോള പൊരിക്കാനും അപ്പുറത്ത് ഞാൻ ചീഞ്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞി ചീഞ്ചട്ടി ഉണ്ടല്ലോ, അതിലാട്ടോ ഞാൻ സവോള പൊരിക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ടല്ലോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തന്നെ കുറച്ചിങ്ങനെ കുഴി പോലുള്ള ചീഞ്ചട്ടി അതിനെക്കൊണ്ട് അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ചിക്കനൊക്കെ ഏകദേശം പൊരിച്ച് കഴിഞ്ഞു. ഇനി ആ ലാസ്റ്റുള്ള ലെഗ് പീസ് മാത്രമേ ഉള്ളൂ. ലെഗ് പീസ് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മ. പണ്ട് ഞങ്ങളിതിന് അടിയായിരുന്നു 5 ആൾ. ഇപ്പോൾ ഇവിടെ നന്ദും കുഞ്ചൂസാണ്. മുമ്പാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ലെഗ് പീസിന് ഞങ്ങൾ 5 ആളും അടി കൂടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ നന്ദും കുഞ്ചൂസും പറയും ലെഗ് പീസ് എനിക്ക് വേണേന്ന് പറയും. അപ്പോൾ 2 ലെഗ് പീസ് എന്നുള്ളത് സാധാരണ ഞാൻ അതോർത്തിട്ട് 3 ലെഗ് പീസ് വെക്കാനായിട്ട് അവരുടെ അടുത്ത് ഞാൻ പറയലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എനിക്ക് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാനും ലെഗ് പീസ് കഴിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് അതിൻ്റെ ഓർമ്മ തന്നെ ഇല്ല. എനിക്ക് വേണമെന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 2 മണിക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വേഗം പെരടൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ്. മേശരടിയിൽ ചെറുതായിട്ട് മാറാലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ തട്ടി വൃത്തിയാക്കി അടിച്ചു പോരാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഇതാ റെഡി ആയിട്ടുണ്ട്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചെമ്പ് വലുതായിപ്പോയി, 1/4 ഭാഗമേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് 2 നേരത്തേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ പാത്രം ഇത്ര വലുത് വേണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഒരു അളവ് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ വലിയ പാത്രമൊക്കെ എടുത്താക്കിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. മസാല മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. എരിവ് കുറവായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇത്രത്തോളം മസാല അങ്ങോട്ട് വല്ലാണ്ടാക്കിയിട്ട് തിന്നാറില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മൾ വീട്ടിലത്തെ അതിനെ കൊണ്ട് നന്നായി കഴിക്കാൻ പറ്റി. അടിപൊളിയാട്ടോ. അങ്ങനെ ചോറൊക്കെ തിന്നു. ശരിക്കും അതിൽ മസാല മിക്സ് ചെയ്തപ്പോൾ മസാല ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഞങ്ങൾക്ക് കൂടിപ്പോയി. കാരണം ഞങ്ങൾ അത്രത്തോളം അങ്ങോട്ട് മസാല വല്ലാണ്ട് അങ്ങനെ കൂട്ടുന്നതല്ല. പിന്നെ പുറത്തത്തെ പോലല്ല, ഭയങ്കര എരിവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 3 മണി കേട്ടോ, എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തിന്നാനായിട്ട് പറ്റി. മറ്റേത് എരിവുണ്ടെങ്കിൽ തിന്നാൻ പ്രയാസമായിരിക്കും മസാല ഓവറായാൽ. പക്ഷേ പിന്നെ ചിക്കൻ പൊരിച്ചിട്ടൊക്കെ ഇട്ട കാരണം കൊണ്ട് ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ കോഴിമുട്ട പുഴുങ്ങാൻ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. കാരണം പണ്ട് നമ്മൾ മിക്കവാറും വീട്ടിലമ്മ ബിരിയാണി വാങ്ങിത്തരും, എപ്പോഴും ബിരിയാണി വാങ്ങിത്തരും. അമ്മ അങ്ങനെ കുറേ കുറികളുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും വേഗം കുറി കിട്ടും. അങ്ങനെ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിത്തരും. പണ്ട് എനിക്ക് അന്നൊന്നും അങ്ങനെ ബിരിയാണി അങ്ങനെ എല്ലാവരും വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ. പക്ഷെ നമ്മുടെ അവിടെയൊക്കെ മിക്കതും ബിരിയാണി വാങ്ങിത്തരുമായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ പിള്ളേർക്കായാലും ഇപ്പോൾ പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിക്കൊടുത്താൽ അവന്മാരങ്ങനെ കണ്ടമാനൊന്നും കഴിക്കില്ല, കുറച്ച് കഴിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ കോഴിമുട്ടയും പുഴുങ്ങി വെച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പണ്ട് അമ്മാമ്മ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങി തരുമ്പോൾ അതിൽ കോഴിമുട്ട ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഓർമ്മ ഉണ്ടെന്ന്. കാരണം അവർക്കും അത്യാവശ്യം അവർ ബിരിയാണിയൊക്കെ തിന്നാൻ തുടങ്ങിയ സമയത്തൊക്കെ അമ്മ ഇതുപോലെ നന്നായിട്ട് ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കേട്ടോ. പിന്നെ ഇത് വേറെ പറയാമെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയി. സംഭവം 2:30 ഫോണിൽ അലാറം അടിക്കുമ്പോൾ ഞാൻ എന്താക്കുന്നറിയോ, അത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ വിചാരിക്കും ഒരു 5 മിനിറ്റ് ചുമ്മാ ഇങ്ങനെ കണ്ണടച്ച് കിടക്കാം. ആ കിടത്ത ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം ഇന്ന് എന്തോ മഹാഭാഗ്യത്തിന് 2:45 കഴിഞ്ഞപ്പോൾ എണീറ്റു. അല്ലെങ്കിൽ പിന്നെ ഇന്നും പോക്ക് ക്യാൻസലായേനെ. അപ്പോൾ ഇന്ന് സംഭവം നമ്മുടെ ഇവിടെയൊക്കെ കോഴിക്കോട് ഹർത്താലാട്ടോ. ഇന്നലെ എന്തോ അടിപിടി എന്തൊക്കെയോ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ഇതിൽ കോൺഗ്രസിൻ്റെ ഹർത്താലെന്നാണ് പറഞ്ഞ് കേട്ടത്, എനിക്കറിയില്ല കൂടുതൽ. അപ്പോൾ ഹർത്താലായതിൻ്റെ പേരിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലാണ്. അപ്പോൾ അതുകൊണ്ടിന്ന് കുറേ വണ്ടിക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സ്ഥിരം ചായ എടുക്കുന്ന കുറേ വണ്ടിക്കാരൊന്നും അല്ലെങ്കിൽ ചെറിയ കച്ചവടക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാൻ അവിടെ എത്തിയിട്ടാണ് അറിയണത്, എനിക്കല്ലാണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായയൊക്കെ കണ്ടമാനം ബാക്കിയാവുമല്ലോ ദൈവമേ, കടികളും ബാക്കിയാവും. ഞാൻ പിന്നെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, 25 കടി വാങ്ങിയതുണ്ടായിരുന്നു. ഇതൊക്കെ ബാക്കിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കടികളൊക്കെ പെട്ടെന്ന് തീർന്നു. ചായ ഒത്തിരി ബാക്കി വന്നുള്ളൂ, ഒരു 4-5 ചായ ബാക്കിയുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇഞ്ചിക്കട്ടെ കുടിക്കണം ചില ആൾക്കാർ വരാത്ത കാരണം അത് കുറച്ച് ബാക്കി, കുഴപ്പമില്ല. പിന്നെ കടി തികയാണ്ട് ഞാൻ മിനി കൂൾബാറിൽ പോയിട്ട് ഒരു 4-5 കടി വീണ്ടും പോയി മേടിക്കേണ്ടി വന്നു. ഞാൻ വാങ്ങിയ കടിയും ഞാൻ കൊണ്ടുപോയ കടികളൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ മിനി കൂൾബാറിൽ പോയിട്ട് 4-5 കടി വാങ്ങി. കാരണം കടിയില്ലെങ്കിൽ ചായ പോവില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് വെറുതെ ചായ കുടിക്കും, അതല്ലെങ്കിൽ കടി ചോദിച്ചു വന്നിട്ട് കടിയില്ല എന്ന് പറഞ്ഞാൽ ചായ വേണ്ടാന്നും പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒരു 4-5 കടി വാങ്ങി വെച്ചു. അപ്പോൾ അതും തീർന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല. പിന്നെ പോയതുകൊണ്ട് എനിക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റി. പിന്നെ ചിക്കൻ വാങ്ങാൻ പറ്റി. ചിക്കൻ കിലോന് 160 അപ്പോൾ ആ 1 കിലോ ചിക്കൻ തന്നെ ഞാൻ വാങ്ങി. പിന്നെ നാളത്തേക്ക് വേണ്ട കോഴിമുട്ട വാങ്ങി. ഇനി പാല് വാങ്ങാനുണ്ട്, പാല് വാങ്ങണം. പിന്നെ പഴം കിട്ടുകയാണെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ വാങ്ങില്ല. അപ്പോൾ വൈകിട്ട് ഒരു 6 മണിക്ക് ആകുമ്പോൾ വണ്ടി എടുത്ത് കുറച്ച് നേരം പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷേ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഫ്ലാസ്കും കൂടിയും കഴുകാനുണ്ട്. അപ്പോൾ ആ ഫ്ലാസ്കും കൂടിയും കഴുകിയിട്ട് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങണം. വണ്ടിയിൽ ഇപ്പോൾ വൈകുന്നേരം ഓടാനുള്ള ചാർജ് ഉണ്ട്. അപ്പോൾ ഇനി വേറെ കുത്തണ്ടാന്ന് വിചാരിച്ചു. അതൊന്ന് കുറച്ച് ദൂരം ഓടാണെങ്കിൽ അത്രയും തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നല്ലതായിരുന്നു, ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾക്ക് രാത്രിക്കും കഴിക്കാനുള്ള ഫുഡുണ്ട്. നന്ദുദേ ട്യൂഷന് പോയി. കുഞ്ചൂസിന് രാവിലെയായിരുന്നു ട്യൂഷൻ ഉണ്ടാകും. കുഞ്ചൂസിന് രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് വന്നു, ഉച്ചവരെ ഇരുന്നു, 9 മണി മുതൽ. നന്ദുവിനിപ്പോൾ 3 മണി മുതൽ 6:30 വരെ ഉണ്ട് നന്ദുവിന്. അപ്പം അവൻ പോയി. ഇനി കുഞ്ചൂസ് ഇവിടെ TV കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എൻ്റെ കണ്ണൊക്കെ ആണെങ്കിൽ എനിക്ക് വല്ലാത്തൊരവസ്ഥ ഇതായി. ഫ്ലാസ്കും കൂടി കഴുകിയിട്ട് കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടിയാവും കഴുകാനായിട്ട്. നിന്ന 10 മിനിറ്റ് കൊണ്ട് കഴുകി കഴിയും, പക്ഷെ എനിക്കൊരു മടിയാണ് എന്തോ. പിന്നെ വന്ന പടം ഞാൻ കുളിച്ചു, ഇല്ലെന്നുണ്ടെങ്കിൽ കുളി അവിടെ കിടക്കും. ചില സമയത്തൊക്കെ ഞാൻ രാവിലെ ചായയും കുടിച്ച് അങ്ങനെ കിടന്നുറങ്ങും, താഴെ തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങും. അങ്ങനെ കുളിയൊക്കെ ആദ്യം കഴിച്ചു. പിന്നെ പിള്ളേരോട് ഞാൻ ഒരാഴ്ചയായി പറയുന്നു, ഈ ആഴ്ച അമ്മ ബിരിയാണി വെച്ചാൽ നിങ്ങൾ വിചാരിക്കല്ലേ, കോട്ടോ അറിയാണ്ട് വന്നാൽ
അങ്ങനെ ഉണ്ട് പോയി. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും ഭയങ്കര കഫക്കെട്ടും ജലദോഷമൊക്കെ മാറി തുടങ്ങി, പക്ഷെ ഭയങ്കര കഫക്കെട്ടാണ്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വേഗം വേഗം വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കണ്ടമാനം ബാലൻസ് ഉള്ളതൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ